UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച കുറ്റവിചാരണ യാത്ര രാജകുമാരി ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര സംഘടിപ്പിച്ചു. വള്ളംകുന്നൽപ്പടിയിൽ നിന്നും ആരംഭിച്ച കുറ്റവിചാരണ യാത്ര രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച രാജകുമാരി ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. എല്ലാ തട്ടിപ്പ് കാണിക്കുന്നവരും അഭയം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അനാർമികമായി പ്രവർത്തനം ചെയ്യാമെന്ന സ്ഥിരീകരണമുണ്ടായിരിക്കുന്നു. എങ്ങനെയുണ്ടായത് സ്ഥലത്തുമാരെ വെറുതെ ഉണ്ടായതാണോ? എങ്ങനെയാണ് ഈ ധൈര്യ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായത്? എല്ലാ സാമൂഹ്യ ഏർപ്പെടാം, എല്ലാ മയക്കുമരുന്ന് ലോപിക്കുന്നതിലേക്കാം, മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ, ആരെയും കയ്യിലൊക്കെ ചെയ്യാം, എന്ത് കമർച്ചയും നടത്താം. അങ്ങനെയൊക്കെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നാനുള്ള കാര്യമെന്നാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നാത്ത കാര്യം. അതിലൊരു കാര്യമുണ്ട്, അവരുടെ നേതാവ് പിണറായി വിജയൻ തന്നെ ഒരു കൊള്ളക്കാരനാണ് എന്ന് നമ്മൾ അറിയുന്നു. ജാഥ ക്യാപ്റ്റൻ റോയി ചാത്തനാട്ട, വൈസ് ക്യാപ്റ്റന്മാരായ ജോസ് കണ്ടത്തിൻകര, TS ഹസൻ എന്നിവർ കുറ്റവിചാരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ, നിയോജകമണ്ഡലം ചെയർമാൻ MJ കുര്യൻ, സുനിൽ വാരിക്കാട്ട്, പിയൂസ് കറിയ, ജിഷ ജോർജ, സാജോ പന്തത്തല തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി.